എന്താ പേര് പോലെ ഈ വീട്ടിലെ എന്താ ചെയ്യുന്നത്? വീട്ടിലെ മോള് പഠിക്കുന്നു. പ്ലസ് 1 പ്ലസ് 2 ആൻഡ് പ്ലസ് 1 ഈ വീട്ടിലെ കുട്ടികളെ വെരി ഗുഡ്. സന്തോഷം. ഉമ്മയുടെ അമ്മ ഇതാണ് അമ്മ. കോളത്തിലാണ് പഠിക്കുന്നത്. പ്ലസ് 1ലേക്ക് പോകുന്നത്. താങ്ക് യു സോ മച്ച്. അമ്മ ഇതൊക്കെ നിൽക്കുമ്പോൾ പ്രശ്നത്തോടെ മഞ്ചടെ കൂട്ടാൻ പോയതല്ലേ? മുകളിലേക്ക് പണിയാൻ പാകത്തിനാക്കിയിട്ടുണ്ടല്ലേ? ആവശ്യമൊന്നുമില്ല, ഞാൻ ചെയ്തിട്ടൊക്കെ ചെയ്തിരുന്നു. അല്ല വേണമെങ്കിൽ പണിയാലോ. സല്ലാസിനെ അതിനെ കുറിച്ച് മാത്രം കേൾക്കാം. സലാസിനുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ മക്കളപ്പുറം നിന്നു. മക്കളൂടെ അപ്പുറം നിൽക്ക്, പുറകിൽ നിന്നു. ഞങ്ങൾക്ക് ഫേസ് കിട്ടും. കിട്ടും. കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടക്കം കിട്ടാൻ. എന്നാ ഒരു മോളെ ഇവിടെ ഈ സൈഡ് അവിടെ ചെറിയ സ്ഥലം എല്ലാ സമ്മതത്തോടെ രണ്ട് മക്കളും ഇത് കൊടുത്തിട്ട് മോളെ നിങ്ങൾ ലേശം കൂടി കൊണ്ടുവന്നു, നിങ്ങളെ കിട്ടുന്ന രീതിയിൽ. കുറച്ച് കയറി വന്നു പിന്നെ ഇവിടെ നിന്നിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. ബീനാണ് അല്ലേ? അവരുടെ പേര് ബീനാണ്. രണ്ട് ബീന അല്ലേ? മോളെ പേര് അനിത. അനിറ്റ അതൊക്കെ നമ്മൾ കൊടുത്തത്. അച്ഛൻ പ്രാർത്ഥിച്ചത് ചില കുളിക്കലും ചെരുപ്പ്
പുത്രന്റെ പരിശുദ്ധന്മാരുടെ നാമത്തിൽ സ്വർഗസ്നായങ്ങളുടെ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ ജീവനുള്ള പ്രതിരൂപങ്ങളാകും ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ രൂപങ്ങൾ ആശീർവദിക്കണമേ. അങ്ങയുടെ ഭക്തനായി പ്രതിഷ്ഠിക്കുന്ന രൂപം ഞങ്ങളുടെ ആവശ്യം ഓർമ്മ ഞങ്ങളിൽ നിന്ന് നേരത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഈ രൂപത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കണമേ. പ്രാർത്ഥനനുസരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിലനിർത്തമായ ദൈവമേ, ഈ ഭവനത്തെയും ഇതിന്റെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശരീരവും എല്ലാവരും ഇവരെ കാത്തുരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വര. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവഭവനത്തിന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഈജിപ്തിനെ അടുപ്പിച്ച് സർക്കാരിന്റെ കുടുംബങ്ങളെ അപകടം ഇഷ്ടകാരനായ കർത്താവേ, ഈ കുടുംബത്തെ ആശീർവദിക്കണമേ. അങ്ങയുടെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയ പൈതൃകമായ അനുഗ്രഹങ്ങൾ ഇതിനെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ ഭവനം അങ്ങയുടെ ആദ്യമായി സ്വീകരിക്കണമേ. നസ്രത്തിൽ കുടുംബം പോലെ ഇത് സമാധാനത്തിനും പ്രാർത്ഥനയുടെ ഒരു ഭവനമായി തീരട്ടെ. സന്തോഷത്തിനും സന്താപത്തിനും സമ്പത്തിനും ധൈര്യത്തിൻ്റെ അങ്ങയുടെ തിരുവനന്തപുരത്തെ ഞങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വര എന്നേക്കും. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ അടയാളത്താൽ മുദ്രയപ്പെടുന്ന ഈ ഭവനം എന്നേക്കും അനുഗ്രഹമാകട്ടെ. ആമേൻ. രണ്ടുപേരും വിളിച്ചു. അപ്പം നമ്പർ 94 എന്താ പേര്? KT തോമസ്. ഞങ്ങളുണ്ട് മഞ്ജു എന്ന് പറയുന്ന ജാതി അറിയാമല്ലോ അല്ലേ? അവളാണ് ഒരു കാരണം ഈ വീട് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇത് മക്കൾക്കും നിങ്ങൾക്കും അറിയാം. ഡോക്ടർ ബീനോട് കുറിച്ച് പറയും. അതുകൊണ്ടാണ് ഈ ഒരു
സാഹചര്യത്തിന് ഉണ്ടായി കേട്ടോ. ഞങ്ങൾ പലർക്കും ചെയ്യാനുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അത് അവളാണ് കേട്ടോ. അപ്പൊ അവളെ നന്നായി നിങ്ങൾ അല്ലേ, നിങ്ങളെ കണ്ട് വെച്ചാൽ നിങ്ങളെ വീട്ടിലൊക്കെ വളർന്ന കുട്ടിയാന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് ആ കുട്ടിയുടെ ഒരു ഒരു നല്ല ഒരു ചിന്തയാണ് ഇവിടത്തേക്ക് എത്തിച്ചത്. ഓർക്കുക കേട്ടോ. ശരി ശരി, നമുക്കൊന്ന് നോക്കാം അല്ലേ. കുടുംബത്തെയും കുടുംബത്തിൽ രാജാവായി വാഴണം. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഞങ്ങൾ തന്നെ നിയന്ത്രിക്കണം. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ഞങ്ങൾ ആർക്കെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണം. കുടുംബത്തിലുള്ളവരെയും ഇടനകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ ആത്മീയവും ശരീരവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ പിതാവും എന്റെ പ്രതിഷ്ഠയും അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ മറിയത്തിന്റെ നമ്മുടെ പിതാവിന്റെ സ്നേഹവും പരിസ്ഥാനങ്ങളുടെ സഹവാസം നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവിടെ തിരുവനന്തപുരം കോഴിക്കോട് 10 വർഷം ഇവിടെ നമുക്കറിയാം, ഇന്ന് എല്ലാവരും ഇവിടെ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഇതിന് മുൻകൈ എടുത്തത് ഫാത്തിമ ഹെൽത്ത് കെയറിൻ്റെ ആളുകളാണ്. ആദ്യം തന്നെ അവരെ ഞാൻ വളരെ സ്നേഹത്തോടെ അവർക്ക് നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മുടെ മീൻ ചേച്ചിയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗ്ലാഡി വഴിയാണ് ഇവരുമായി കണക്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു ഭവനം, ഒരു കുഞ്ഞു ഭവനം ഇവർക്ക് സമ്മാനിച്ച ഈ ഫാത്തിമ ഹെൽത്ത് കെയറിൻ്റെ അംഗങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഇവർ ചാരിറ്റി മേഖലകളിൽ ഇവർ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവർ മുന്നോട്ട് ഇനിയും നല്ല രീതിയിൽ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതുപോലെ അതായത് നമ്മളിപ്പോൾ അയക്കാൻ വേണ്ടിയുള്ള ഒരാള് അവരുടെ ആ ചിന്ത എൻ്റെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്ത് ഉള്ളവർ അറിയുന്ന വീട് അറിയുന്ന ഒരു മനുഷ്യനിങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മരണമുണ്ടാകുന്നു. അതിനുശേഷം ആ ഫാമിലിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അപ്പോൾ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് നിങ്ങളെക്കാട്ടും സന്തോഷമാണ്. കാരണം അവർക്ക് അർഹത ഉള്ളതാണ് ആ പെൺകുട്ടി നമ്മളോട് വന്ന് പറഞ്ഞതും ചെയ്യിപ്പിച്ചതും അതിന് താല്പര്യം കാണിച്ചതും. അങ്ങനെ ഒന്ന് നമ്മളോട് പറയാൻ വേണ്ടിയിട്ടും ആ ചിന്തയിൽ വന്നുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു വീടുണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എല്ലാം. നിങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹം നിങ്ങൾക്ക് തന്ന അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. എന്തായാലും എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ ആശംസകളും. ദൈവം നന്നായി ഈ കുടുംബത്തിൽ നിങ്ങളെല്ലാം ഈ കുട്ടികളെല്ലാം കുട്ടികൾ 11th 12th നന്നായി പാസ്സായി നല്ല പഠിച്ച് വലിയ ആളായി വരുന്നു കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളിതുപോലെ ചെയ്യണം. ഇതിൽ കൂടി നമ്മൾ അതാണ് ഒരു മെസ്സേജായി കാണുന്നത്. കാരണം നിങ്ങൾക്കൊക്കെ ദൈവം നല്ല അനുഗ്രഹം തരും കേട്ടോ. അതോടുകൂടി നിങ്ങളും
നിങ്ങൾ പലർക്കും ചെയ്യും കേട്ടോ. അതാണ് നമുക്ക് ആ കൂടി പറയാനുള്ളത്. വളരെ സന്തോഷം. അവിടെ അല്ലേ എങ്ങനെ എഴുതിയിട്ടുണ്ട്? ഡോക്ടർ കെ പി ഹുസൈൻ ആൻഡ് ഡോക്ടർ ബി ഹുസൈൻ. നമുക്ക് ഇപ്പോൾ ഇത് പിടി, ഞാനത് കൊണ്ടു കൊടുക്കാം. ഇത് കുറച്ച് കോഴിക്കോട് എയർപോർട്ടിന് അവിടുന്ന് വീട്ടിലാണ്. ഹലോ, ഞങ്ങളെക്കാട്ടിലും വീടടക്കം കിട്ടണം. ഒന്നും കൂടിയേ. നല്ല വെയില കേട്ടാ. ഓക്കെ, വെയിലല്ലാതെ നിൽക്കാൻ പറ്റില്ല. അന്നദാനം ചെയ്യുന്നത് അല്ലേ? അതിൻ്റെ 20,000 രൂപ നമ്മൾ മേടിച്ച് ഇതാ. അതിൻ്റെ ഒന്നും കൂടി ഒറ്റ പറ്റേ. പിടിക്കുന്നു ഓക്കെ. എന്താ ലഞ്ച് ആർക്കായിരുന്നു ഫീസ് വരുന്നത്? ആർക്കായിരുന്നു ഫീസ് കൊടുത്താ? Gracias.